വിശദമായ വാർത്തയിലേക്ക്. ബാലരാമപുരത്ത് വീട്ടമ്മയെ പീഡിപ്പിച്ച കോവളം എംഎൽഎ എം വിൻസെന്റിനെ ഇന്ന് അറസ്റ്റ് ചെയ്തേക്കും. വിൻസെന്റിനെ എംഎൽഎ ഹോസ്റ്റലിൽ ചോദ്യം ചെയ്യുന്നു. വിൻസെന്റിനെതിരെ കൂടുതൽ തെളിവുകളുണ്ട്. 5 മാസത്തിനിടെ വിൻസെന്റ് വീട്ടമ്മയെ വിളിച്ചത് 900 തവണയാണ്. MR സജേഷ് ചേരുന്നു. സജേഷ്, ഇന്ന് തന്നെ അറസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? വിശദാംശങ്ങൾ. 12:40 ആരംഭിച്ച ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. എംഎൽഎ ഹോസ്റ്റലിലെ വിൻസെന്റ് എംഎൽഎയുടെ നിള ബ്ലോക്കിലെ 9-ാം നമ്പർ മുറിയിലാണ് നെയ്യാറ്റിങ്കര ഡിവൈഎസ്പി ഹരികുമാറിന്റെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ഈ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളെ കുറിച്ച് അന്തിമ തീരുമാനമുണ്ടാകുക. അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീളും എന്ന് തന്നെയാണ് സൂചന. വ്യക്തമായ തെളിവുകൾ എംഎൽഎക്കെതിരെ പോലീസിന്റെ കൈവശമുണ്ട്. 5 മാസത്തിനിടെ 900 തവണ എംഎൽഎ ഫോണിൽ വിളിച്ചതായിട്ടുള്ള ശാസ്ത്രീയ തെളിവുകളുമുണ്ട്. ഈ ഫോൺ തെളിവുകൾ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടുള്ളത്. എംഎൽഎയുടെ മൊഴിയിലെ വൈരുദ്ധ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് അതിനുശേഷമായിരിക്കും അറസ്റ്റിലേക്ക് കടക്കുക. ഇപ്പോൾ 1 മണിക്കൂറിന് മേലെയായി ചോദ്യം ചെയ്യൽ തുടരുന്നു. നെയ്യാറ്റിങ്കര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് ഈ തെളിവെടുപ്പ് നടക്കുന്നത്. സമീപകാലത്തും എംഎൽഎ സ്ത്രീയെ വിളിച്ചതായിട്ടുള്ള ഫോൺ വിശദാംശങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പോഴത്തെ ചോദ്യം ചെയ്യൽ. ധന്യ. സജേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. കോവളത്ത് വീട്ടമ്മ ആത്മഹത്യക്ക് ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ ആരോപണ വിധേയനായി പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന എം വിൻസെന്റ് എംഎൽഎ സ്ഥാനം രാജിവെച്ച് ഒഴിയണമെന്ന് VS അച്യുതാനന്ദൻ. ഒരു സ്ത്രീ പീഡന കേസിലെ പ്രതി അറസ്റ്റ് ചെയ്യപ്പെടുന്നത് MLA എന്ന നിലയിലാവുന്നത് നിയമസഭയ്ക്ക് കളങ്കമാണ്. ഇക്കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിക്കും ഉത്തരവാദിത്വമുണ്ട്. നിയമപരമായി രക്ഷപ്പെടാനുള്ള അവസാനത്തെ അവസരം വരെ കാത്തിരിക്കാതെ MLA സ്ഥാനം രാജിവെക്കാൻ കോൺഗ്രസ് പാർട്ടി തന്നെ ആവശ്യപ്പെടുന്നതാണ് ഉചിതമെന്നും VS പറഞ്ഞു. മെഡിക്കൽ കോളേജ് കോഴ വിവാദത്തിന് തൊട്ടു പിന്നാലെ ചേർന്ന BJP കോർ കമ്മിറ്റി പൂർത്തിയായി. യോഗത്തിൽ വൻ പൊട്ടിത്തെറി. അന്വേഷണ റിപ്പോർട്ട് ചോർന്നതിന് പിന്നിൽ V മുരളീധര പക്ഷമെന്ന ഒരു നേതാവിന് പങ്കുണ്ടെന്നും MT രമേശ് ആരോപിച്ചു. BJP സംസ്ഥാന സെക്രട്ടറിയായ ഈ നേതാവ് AK നസീറിന്റെ ഹോട്ടലിൽ വെച്ചാണ് റിപ്പോർട്ട് ചോർത്തി നൽകിയതെന്നും MT രമേശ് റിപ്പോർട്ട് ചോർന്ന സാഹചര്യത്തിൽ കുമ്പനത്തിന് തുടരാൻ അവകാശമില്ലെന്ന് മുരളീധര വിഭാഗം നിലപാടെടുത്തു. വാദപ്രതിവാദം രൂക്ഷമായതോടെ വിവാദത്തിന് പിന്നിൽ എത്ര ഉന്നതരായാലും തല ഉരുളുമെന്ന് കേന്ദ്ര നേതൃത്വം മുന്നറിയിപ്പ് നൽകി. വിഭാഗീയത അവസാനിപ്പിച്ചില്ലെങ്കിൽ സംസ്ഥാന ഘടകം പിരിച്ചുവിടേണ്ടി വരുമെന്ന് കേന്ദ്ര നേതൃത്വത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് BL സന്തോഷ് വ്യക്തമാക്കി. കോഴിക്കോട് നടന്ന BJP ദേശീയ കൌൺസിലിന്റെ മറവിൽ കോടികളുടെ വെട്ടിപ്പ്. വ്യാജ റെസിപ്റ്റ് ഉപയോഗിച്ച് നേതാക്കൾ പണം പിരിച്ചതായി തെളിഞ്ഞു. സംസ്ഥാന സമിതി അംഗം M മോഹനന്റെ നേതൃത്വത്തിൽ വടകരയിലെ പ്രസ്സിലാണ് വ്യാജ റെസിപ്റ്റ് അച്ചടിച്ചത്. കഴിഞ്ഞ വർഷം കോഴിക്കോട്ട് നടന്ന BJP ദേശീയ കൌൺസിലുമായി ബന്ധപ്പെട്ടാണ് നേതാക്കൾ വ്യാജ രസീത് ഉപയോഗിച്ച് കോടികൾ പിരിച്ചത്. വടകരയിലെ പ്രസ്സിൽ നിന്നാണ് വ്യാജ രസീത് അച്ചടിച്ചത്. സംസ്ഥാന സമിതി അംഗം M മോഹനാണ് വ്യാജ രസീതി അടിക്കാൻ നിർദ്ദേശം നൽകിയതെന്നും വ്യക്തമായിട്ടുണ്ട്. PK കൃഷ്ണദാസ്, MT രമേശ് എന്നീ നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് മോഹനൻ. ദേശീയ കൌൺസിൽ സംഘാടക സമിതിയിൽ സാമ്പത്തികകാര്യ ചുമതല ഉണ്ടായിരുന്നത് BJP ദേശീയ ജോയിന്റ് ജനറൽ സെക്രട്ടറി BL സന്തോഷ്, മുൻ സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ എന്നിവർക്കായിരുന്നു. ഇരു നേതാക്കളോടും കേന്ദ്ര നേതൃത്വം വിശദീകരണം തേടിയിട്ടുണ്ട്. വ്യാജ രസീത് ഉപയോഗിച്ചുള്ള പിരിവ് സംബന്ധിച്ച് നേരത്തെ സംസ്ഥാന നേതൃത്വത്തിന് പരാതി ലഭിച്ചതിനെ തുടർന്ന് സംസ്ഥാന സെക്രട്ടറി B ഗോപാലകൃഷ്ണനെ അന്വേഷണ കമ്മീഷനായി നിയോഗിച്ചെങ്കിലും ആരോപണം ഒതുക്കി തീർക്കുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് ജില്ലയിലെ ഒരു വിഭാഗം നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തെ നേരിട്ട് സമീപിച്ചത്. കേന്ദ്ര നേതാക്കൾ നടത്തിയ അന്വേഷണത്തിൽ ആരോപണങ്ങൾ ശരിയാണെന്ന് കണ്ടെത്തി. വ്യാപാരികളിൽ നിന്ന് വ്യാജ രസീത് ഉപയോഗിച്ച് 10,000 രൂപ മുതൽ 50,000 രൂപ വരെയാണ് പിരിച്ചത്. വടകരയിലെ പ്രസ് ഉടമയുടെ മൊഴിയാണ് അന്വേഷണത്തിൽ നിർണായകമായത്. BJP നേതാക്കൾ നടത്തുന്ന അഴിമതിയുടെ പുതിയ വിവരങ്ങളാണ് ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ദേശീയ കൌൺസിലിന്റെ മറവിൽ പോലും സംസ്ഥാനത്തെ നേതാക്കൾ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക തിരിമറി നടത്തിയത് കേന്ദ്ര നേതൃത്വത്തെ വെട്ടിലാക്കിയിരിക്കുകയാണ്. PV കുട്ടൻ, കോഴിക്കോട്. മെഡിക്കൽ കോളേജ് കോഴ വിവാദത്തിന് തൊട്ടു പിന്നാലെ ചേർന്ന BJP കോർ കമ്മിറ്റി പൂർത്തിയായി. യോഗത്തിൽ വൻ പൊട്ടിത്തെറി. അന്വേഷണ റിപ്പോർട്ട് ചോർന്നതിന് പിന്നിൽ V മുരളീധര പക്ഷത്തെ ഒരു നേതാവിന് പങ്കുണ്ടെന്ന് MT രമേശ്. BJP സംസ്ഥാന സെക്രട്ടറിയായ ഈ നേതാവ് AK നസീറിന്റെ ഹോട്ടലിൽ വെച്ചാണ് റിപ്പോർട്ട് ചോർത്തി നൽകിയതെന്നും MT രമേശ് പറഞ്ഞു. റിപ്പോർട്ട് ചോർന്ന സാഹചര്യത്തിൽ കുമ്മനത്തിന് തുടരാൻ അവകാശമില്ലെന്ന് മുരളീധര വിഭാഗം നിലപാടെടുത്തു. വാദപ്രതിവാദം രൂക്ഷമായതോടെ വിവാദത്തിന് പിന്നിൽ എത്ര ഉന്നതനായാലും തല ഉരുളുമെന്ന് കേന്ദ്ര നേതൃത്വം മുന്നറിയിപ്പ് നൽകി. വിഭാഗീയത അവസാനിപ്പിച്ചില്ലെങ്കിൽ സംസ്ഥാന ഘടകം വരെ പിരിച്ചുവിടേണ്ടി വരുമെന്ന് കേന്ദ്ര നേതൃത്വത്തെ പ്രതിനിധീകരിക്കുന്ന BL സന്തോഷ് വ്യക്തമാക്കി. സുനിൽ അരിമാനൂർ ചേരുന്നു. സുനിൽ, കോർ കമ്മിറ്റിയുടെ കൂടുതൽ വിവരങ്ങൾ.
തന്നെ കോർ കമ്മിറ്റി യോഗം സമാപിച്ചു. ഇപ്പോൾ സംസ്ഥാന ഭാരവാഹികളുടെയും ജില്ലാ ഭാരവാഹികളുടെയും യോഗം ആരംഭിച്ചിരിക്കുകയാണ്. നേരത്തെ യോഗം നടന്നുവെങ്കിലും അവരുടെ രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിച്ച് യോഗം ഭക്ഷണത്തിന് പിരിയുകയായിരുന്നു. ഇപ്പോൾ യോഗം വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് കൃത്യമായ രീതിയിൽ വി കെ സജീവൻ ഒരു ആരോപണം ഇതിനകത്ത് ഉന്നയിച്ചിരിക്കുന്നത് എം ജി രമേശിനെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ട്. എം ജി രമേശിനെതിരെ വ്യാജരേഖ ചമച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയാണെന്നാണ് ഒരു പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കുമ്മനം രാജശേഖരൻ പറഞ്ഞത് ഈ വിഷയത്തിൽ നമുക്ക് ചർച്ച നടത്താം, ആദ്യം രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്ത ശേഷം ഈ വിഷയത്തിലേക്ക് ചർച്ച വരാമെന്നാണ് പറഞ്ഞത്. ഈ വിഷയം ഇപ്പോൾ ചർച്ചയ്ക്ക് എടുക്കുകയാണ്. ഇതിനകത്ത് നേരത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ തന്നെ കുമ്മനത്തിനെതിരെ രൂക്ഷ വിമർശനം വരുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എം ജി രമേശ് തന്നെ കടന്നാക്രമിക്കുകയാണെന്ന് യോഗത്തിനകത്ത് പറയുകയും ചെയ്തു. എം ജി രമേശ് തന്നെ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുരളീധര പക്ഷത്തുള്ള ഒരു നേതാവ്, അതായത് ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് ഈ റിപ്പോർട്ട് ചോർച്ചയ്ക്ക് പിന്നിലെന്നാണ് പറഞ്ഞത്. റിപ്പോർട്ട് ചോർച്ചയവരാരായാലും അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുള്ള നിലപാടുണ്ട്. പക്ഷേ അഴിമതി കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ചർച്ചയും നടക്കുന്നില്ല. പക്ഷെ സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യുമ്പോൾ അതിനകത്ത് തീർച്ചയായും വിവിധ ജില്ലകളിൽ നിന്നുള്ള ഭാരവാഹികൾ ഈ ഒരു അഴിമതി കോഴ സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നും അത് പുറത്തു വരണമെന്നും ആരായാലും അവരെ പാർട്ടിയിൽ വെച്ച് പൊറപ്പിക്കരുതെന്നുള്ള നിലപാട് തന്നെയായിരിക്കും സ്വീകരിക്കുന്നത്. അത്തരം ചർച്ചകൾ ഇപ്പോൾ ഇത് യോഗമെടുത്തതിന്റെ സ്ഥിതിക്ക് തന്നെ തുടർന്ന് പോകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിലൊരു ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കൽ ഉണ്ടായിരുന്നോ കോർ കമ്മിറ്റിയിൽ? മുരളീധര പക്ഷക്കാരാണെങ്കിലും ഇല്ലെങ്കിൽ രമേശ് തന്നെയാണെങ്കിലും ഇതിൽ ആരാണ് കൃത്യമായി ഇത്തരത്തിൽ പുറത്തേക്ക് ഈ റിപ്പോർട്ട് പുറത്താക്കിയത് എന്നുള്ള രീതിയിൽ ഒരു ഒറ്റ തിരിഞ്ഞ് ബി ജെ പിക്കുള്ളിൽ തന്നെ കമ്മിറ്റിക്കുള്ളിൽ തന്നെ അത്തരത്തിലൊരു ആക്രമണം നടന്നിരുന്നു? ധന്യ, കോർ കമ്മിറ്റിക്കുള്ളിൽ തന്നെ ആദ്യം സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനുള്ള ഒരു ശ്രമവുമായിട്ടാണ് മുരളീധര പക്ഷം രംഗത്തെത്തിയത്. ഇതിനെ പിന്നെ എം ജി രമേശിനെ പ്രതിരോധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. പിന്നീട് ഇവരുടെയൊക്കെ ഗ്രൂപ്പ് പോലും പൊട്ടിത്തെറിയുമൊക്കെ കണ്ടപ്പോൾ തന്നെയാണ് കൂടുതൽ രോഷാകുലനായി തന്നെയാണ് കേന്ദ്രത്തിൽ നിന്നുള്ള പ്രതിനിധിയായ ബി എൽ സന്തോഷ് കൃത്യമായ രീതിയിലുള്ള ഒരു താക്കീത് ഇതിനകത്ത് നൽകിയത്. നിങ്ങൾ ഈ തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ സംസ്ഥാന നേതൃത്വം തന്നെ പിരിച്ചുവിടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് അവർ പറഞ്ഞത്. കാരണം ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇത് ഈ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ വിഭാഗീയത വെച്ച് പൊറപ്പിക്കാനാവില്ലെന്നും ശക്തമായിട്ടുള്ള നടപടി നിങ്ങൾക്കെതിരെ ഉണ്ടാകുമെന്നുമുള്ള ഒരു താക്കീതാണ് അദ്ദേഹം നൽകിയത്. ഈ എം ജി രമേശ് തന്നെ ഇതിനകത്ത് പറഞ്ഞത് എന്നെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിക്കുന്നു, എനിക്കെതിരെ ആരോപണങ്ങൾ കൊണ്ടുവരുന്നു, ഇതിന്റെ പിന്നിൽ വ്യക്തമായിട്ടുള്ള അജണ്ട ചിലർക്കുണ്ട്, അതാണ് ഇവിടെ കണ്ടതെന്നും അല്ലാതെ ഈ റിപ്പോർട്ടിനകത്ത് പറയുന്ന കാര്യങ്ങൾ യാതൊരു അടിസ്ഥാനവുമില്ല എന്നുള്ള തരത്തിലാണ് എം ജി രമേശ് പറഞ്ഞത്. ഈ ഒരു ആരോപണ വിധേയനായ എം ജി രമേശിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ചർച്ചയാണ് കോർ കമ്മിറ്റി യോഗത്തിൽ വന്നത്. മറിച്ച് ഈ ഒരു റിപ്പോർട്ട് ചോർന്നത് എങ്ങനെ, ആ ചോർത്തിയവർക്കെതിരെ നടപടി വേണം എന്നുള്ള കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് കോർ കമ്മിറ്റി യോഗം അവസാനിച്ചത്. സുനിൽ അരുമാനൂരാണ് വിശദാംശങ്ങൾ നൽകിയത്. മെഡിക്കൽ കോളേജ് കോടതിയിൽ ബി ജെ പി നേതാക്കൾക്ക് വിജിലൻസ് നോട്ടീസ്. തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് കെ പി ശ്രീശൻ, എ കെ നസീർ എന്നിവർക്ക് വിജിലൻസ് നോട്ടീസ് നൽകി. SR മെഡിക്കൽ കോളേജ് ഉടമ ഷാജിയിൽ നിന്ന് മൊഴിയെടുക്കും. ജീവൻകുമാർ ചേരുന്നു. ജീവൻ, വാർത്തയുടെ വിവരങ്ങൾ. മെഡിക്കൽ കോളേജ് ആരോപണത്തിൽ ബി ജെ പി നേതാക്കൾക്ക് കുരുക്കുമുറുന്നു എന്നതാണ് നമുക്ക് ഇപ്പോൾ ഏറ്റവും ആദ്യമായി പറയാനുള്ളത്. മെഡിക്കൽ അഴിമതി ആരോപണം അന്വേഷിച്ച 2 ബി ജെ പി നേതാക്കളെ ചോദ്യം ചെയ്യുന്നതിനാണ് വിജിലൻസ് തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം മെഡിക്കൽ കോളേജ് ഉടമ ഷാജിയിൽ നിന്ന് മൊഴി രേഖപ്പെടുത്താനും വിജിലൻസ് തീരുമാനിച്ചിട്ടുണ്ട്. ബി ജെ പി കോഴ ആരോപണം അന്വേഷിക്കാൻ ബി ജെ പി നിയോഗിച്ച 2-അംഗ അന്വേഷണ സംഘത്തിൽപ്പെട്ട കെ പി ശ്രീശൻ, എ കെ നസീർ എന്നിവരോട് ചോദ്യം ചെയ്യാൻ ഹാജരാവാനാണ് വിജിലൻസ് നോട്ടീസ് നൽകിയത്. വരുന്ന തിങ്കളാഴ്ച ഹാജരാകണമെന്നാണ് നോട്ടീസിൽ പറയുന്നത്. ബി ജെ പി ഭാരവാഹി യോഗം നടക്കുന്ന സ്വകാര്യ ഹോട്ടലിലെത്തി വിജിലൻസിന്റെ പ്രത്യേക ദൂതൻ നോട്ടീസ് ബി ജെ പി നേതാക്കൾക്ക് നൽകുകയായിരുന്നു. തിങ്കളാഴ്ച ഹാജരാവാൻ കഴിയില്ലെങ്കിൽ സൗകര്യപ്രദമായ മറ്റൊരു തീയതി അറിയിക്കണമെന്ന് വിജിലൻസ് SP ജയകുമാർ നോട്ടീസിൽ ആവശ്യപ്പെട്ടു. കോഴ കൊടുത്തു എന്ന് പറയുന്ന മെഡിക്കൽ കോളേജ് ഉടമ ഷാജിക്കും വിജിലൻസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബി ജെ പി നേതാക്കളുടെ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വിജിലൻസിനെ സമീപിച്ച മുൻ കൗൺസിലർ AJ സുക്കാർണോയിൽ നിന്ന് ഇന്ന് വിജിലൻസ് സംഘം മൊഴി രേഖപ്പെടുത്തി. വിജിലൻസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് SP ജയകുമാറിന്റെ നേതൃത്വത്തിലാണ് മൊഴി രേഖപ്പെടുത്തിയത്. ബി ജെ പി നേതാക്കൾ സംയുക്തമായി തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയ കമ്പ്യൂട്ടറും പ്രിന്ററും പിടിച്ചെടുക്കണമെന്നും ബി ജെ പി സംസ്ഥാന ഭാരവാഹികളുടെയും മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയിലെ അംഗങ്ങളുടെയും ഇമെയിൽ വിശദാംശങ്ങൾ പരിശോധിക്കണമെന്നും പരാതിക്കാരനായ AJ സുക്കാർണോ വിജിലൻസിന് മൊഴി നൽകി. ചെറുപ്പുളശ്ശേരിയിലെ മെഡിക്കൽ കോളേജിന് അംഗീകാരം ലഭിക്കുന്നതിന് ഇടപെട്ട എം ടി രമേശിന്റെ പങ്കും അന്വേഷിക്കണമെന്ന് പരാതിക്കാരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡൽഹിയിലെ ഇടനിലക്കാരൻ സതീഷ് നായർ കൈക്കൂലി പണത്തിന്റെ ആദ്യ ഗഡു വാങ്ങിയ RS വിനോദ്, റിച്ചാർഡ് ഹേ എം പിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് കണ്ണദാസ്, കുമ്മനം രാജശേഖരന്റെ ഓഫീസ് സ്റ്റാഫ് രാകേഷ്
ശിവരാമൻ എന്നിവരിൽ നിന്നും വിജിലൻസ് ഉടൻ മൊഴിയെടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ധന്യ. ജീവൻകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. സതീഷ് നായരും BJP നേതാക്കളും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്ന് വ്യവസായി ബിജു രമേശ്. സതീഷ് നായർ തന്നെ വന്നു കണ്ടിട്ടുണ്ടെങ്കിലും താനുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ അവാസ്തവമാണെന്നും ബിജു പീപ്പിളിനോട് പ്രതികരിച്ചു. തികച്ചും കളവായിട്ടുള്ള വാർത്തയാണ്. ഞാനും സതീഷ് നായരും കൂടെ ഒരിക്കലും പ്രധാനമന്ത്രിയെ കാണാൻ പോയിട്ടില്ല. ഒന്നാമത്തെ കാര്യം. ഇത് എങ്ങനെയാണ് മനോരമ ലേഖകൻ എങ്ങനെയാണ് അത് കണ്ടെത്തിയെന്ന് എനിക്കറിയത്തില്ല. ഇത്രമാത്രം വാർത്തകൾ വളച്ചൊടിച്ച് എഴുതുന്നതിനെ കുറിച്ച് അത് അദ്ദേഹത്തിന് പ്രത്യേക ഒരു അവാർഡ് കൊടുക്കേണ്ടതാണ്. അതുപോലെ ശിവഗിരി മഠാധിപതി ചെന്നാണ് കേന്ദ്രമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും വിശ്വസിക്കുമോ? എന്താ ഈ പറയുന്നതെന്ന് മനസ്സിലാവില്ല. ശിവഗിരി മഠാധിപതിയും സതീഷ് നായരും കൂടി പ്രധാനമന്ത്രിയെ കാണാൻ പോയത് 4 വർഷം മുമ്പാണ്. അവര് ഡൽഹിയിൽ വെച്ച് കണ്ട് അദ്ദേഹത്തിന് കൂടെ വരുമോ എന്ന് ചോദിച്ചു. കൂടെ പോയി കണ്ടു. അതിന് ഞാൻ പോയിട്ടുമില്ല, കാണാനും വിവേകാനന്ദ സ്വാമിയുടെ കൂടെ പ്രധാനമന്ത്രിയെ കാണാനും പോയിട്ടില്ല. ഇല്ലാത്ത വാർത്തകൾ പറയുന്നത് വളരെ കഷ്ടമാണ്. സ്വാമിക്ക് ഡൽഹി കാണണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ടിക്കറ്റ് എടുത്തു കൊടുത്തൊക്കെ ഞാനാണ്. അല്ലാതെ സ്വാമി ഡൽഹി ഇതുവരെ കണ്ടിട്ടില്ല. എനിക്ക് ഡൽഹി കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഇവിടെ എനിക്ക് ദുബായിലേക്ക് പണ്ട് SFC മുരളി കൊണ്ടുപോകാൻ പോയിട്ട് എവിടെയുള്ള ഒരു ഭയങ്കര ബുദ്ധിമുട്ട്, എനിക്ക് ആരോഗ്യമില്ല എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഡൽഹി കാണണമെന്ന് പറയും. സ്വാമി ഡൽഹി പോയത്. മെഡിക്കൽ കോളേജ് കോഴയ്ക്ക് പിന്നാലെ MBA കോഴ്സിനും കോഴ ആരോപണം. പത്തനംതിട്ടയിൽ സ്വകാര്യ കോളേജിന് MBA കോഴ്സ് വാഗ്ദാനം ചെയ്ത് സതീഷ് നായർ 18 ലക്ഷം രൂപ തട്ടി. പരാതി നൽകാനൊരുങ്ങി കോളേജ് ഉടമ ബിജേഷ് നടുവിൽ ചേരുന്നു. ബിജേഷ്, ഈ തട്ടിപ്പുമായുള്ള വിശദാംശങ്ങൾ. പത്തനംതിട്ടയിലെ ഒരു സ്വകാര്യ കോളേജിനാണ് MBAക്കുള്ള അഡ്മിഷനുള്ള അംഗീകാരം നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് 18 ലക്ഷം രൂപ വാങ്ങിയെടുത്തു എന്നാണ് ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത്. അതേസമയം തന്നെ 18 ലക്ഷം രൂപ വാങ്ങിയതിനു ശേഷം കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ അവർ ചർച്ച ചെയ്യുന്നില്ല. അതിനുള്ള നീക്കങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതിനിടയിലാണ് ഇപ്പോൾ മെഡിക്കൽ കോഴ ഉയർന്നു വന്നിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ അവർ സംസ്ഥാന വിജിലൻസ് ഈ കേസുകളെല്ലാം തന്നെ അന്വേഷിക്കുന്ന സംസ്ഥാന വിജിലൻസിന് വിശദമായ പരാതി വരും ദിവസങ്ങളിൽ തന്നെ നൽകാനാണ് അവർ തയ്യാറായിരിക്കുന്നത്. എന്തായാലും ഈ വിഷയവും വളരെ ഗൗരവമുള്ള തന്നെയാണ്. പത്തനംതിട്ടയിലുള്ള ഒരു സ്വകാര്യ കോളേജിനാണ് MBA സീറ്റ് വാഗ്ദാനം നൽകിയത്. MBAക്കുള്ള അംഗീകാരം വാങ്ങി നൽകാം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് കുമ്മനത്തിന്റെയും അതോടൊപ്പം തന്നെ BJPയുടെയും ഇടപെടലുകളുടെ ഭാഗമായിട്ട് അത് വളരെ ഈസി ആയിട്ട് ലഭിക്കാൻ സാധിക്കുമെന്നാണ് കുമ്മനവുമായി അടുത്ത വൃത്തങ്ങൾ ഇവരോട് സംസാരിച്ചിരുന്നതെന്നും അതിന്റെ ഭാഗമായിട്ടാണ് സതീഷ് നായർ ഇത്തരത്തിൽ കോഴ വാങ്ങി അഡ്മിഷന് വേണ്ടിയുള്ള പൈസ അംഗീകാരം വാങ്ങി നൽകുന്നതിനുള്ള പൈസ എന്ന രീതിയിൽ 18 ലക്ഷം രൂപ മാസങ്ങൾക്ക് മുമ്പ് വാങ്ങിയത് എന്നുമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പരസ്യമായിട്ട് അവർ വന്നില്ല എങ്കിലും ഇന്നോ നാളെയുമായിട്ട് കേസുകളെല്ലാം തന്നെ അന്വേഷിക്കുന്ന സംസ്ഥാന വിജിലൻസിന് വിശദമായ പരാതി നൽകാനാണ് കോളേജ് അധികൃതർ തയ്യാറായിരിക്കുന്നത്. ബിജേഷ്, കോളേജ് അധികൃതരുമായി ബന്ധപ്പെട്ട് നേരിട്ടാണോ സതീഷ് നായർ ഇത്രയും തുക കൈപ്പറ്റിയിരിക്കുന്നത്? കോളേജ് അധികൃതരുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് ഇദ്ദേഹം തന്നെയാണ് പൈസ പറ്റിയിട്ടുള്ളത് എന്നുള്ള ഒരു വിവരമാണ് അവർ നമ്മൾ പങ്കുവെക്കുന്നത്. പക്ഷെ അവർ ഔദ്യോഗികമായിട്ട് നമുക്ക് ബൈക്ക് നൽകാനോ അത്തരത്തിലുള്ള ഇതിനൊന്നും തന്നെ അവർ തയ്യാറാകുന്നില്ല. അവർ നിയമപരമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ളൊരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് വിജിലൻസിന് പരാതി നൽകാൻ തയ്യാറാകുന്നത്. ഒരുപക്ഷെ ഇന്നോ അല്ലെങ്കിൽ നാളെ രാവിലെ വിജിലൻസിന് പരാതി നൽകിയതിനു ശേഷം അവർ മാധ്യമങ്ങളുമായിട്ട് കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിക്കാനുള്ള സാധ്യതയുണ്ട്. ബിജേഷ്, മറ്റൊരു കാര്യം കൂടി, എത്തരത്തിലാണ് കോളേജിൽ MBA കോഴ്സിന് അംഗീകാരം നൽകാമെന്നാണ് വാഗ്ദാനം ചെയ്തത് എങ്കിൽ കൂടി അത് എത്ര സീറ്റ് എന്നതിനനുസരിച്ചായിരിക്കും ഒരുപക്ഷെ ഇത്രയും തുക കൊടുത്തിരിക്കുക. മെഡിക്കൽ കോളേജിന് പിന്നാലെ ഇത്തരത്തിലൊരു സംഭവം വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അത് എത്രത്തോളം രൂക്ഷമായിട്ടായിരിക്കും, ഇല്ലെങ്കിൽ എത്രത്തോളം സീരിയസ് ആയിട്ടായിരിക്കും ഇത് BJP സംസ്ഥാനത്ത് കൈകാര്യം ചെയ്യുക? ഇത്തരത്തിൽ BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന് കൃത്യമായിട്ട് അറിവ് ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ അറിവുണ്ടെങ്കിൽ മാത്രമേ ഇത്രയും ഭീമമായ ഒരു തുക വാങ്ങിയിട്ട് ഒരു MBA കോഴ്സിനുള്ള അംഗീകാരം വാങ്ങി നൽകാം എന്ന് അവർക്ക് ഉറപ്പ് നൽകാൻ സാധിക്കുകയുള്ളൂ. സതീഷ് നായർ മാത്രമായിരിക്കില്ല ഇതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ടാവുക. അതിന് മുകളിലേക്കും BJPയുടെ തന്നെ പ്രമുഖരായിട്ട് സമ്മതിതരായിട്ടുള്ള നേതാക്കന്മാർ ഇതിൽ പങ്കാളികളായിട്ടുണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. 18 ലക്ഷം രൂപ നൽകിയത് MBA കോഴ്സിന് വേണ്ടി മാത്രമാണ് എന്ന് നൽകിയത്. പക്ഷെ അത് എത്ര സീറ്റുകളാണ് എന്ന് നമ്മളോട് വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും MBA കോഴ്സിന് വേണ്ടി മാത്രം 18 ലക്ഷം രൂപയാണ് ഇപ്പോൾ വാങ്ങിയിരിക്കുന്നത് എന്ന വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. മറ്റ് വിശദാംശങ്ങൾ അറിയണമെങ്കിൽ വിജിലൻസുമായിട്ട് ഇവർ പരാതി നൽകിയതിനു ശേഷം മാത്രമേ അവർ മാധ്യമങ്ങളോട് കൂടുതൽ വിശദാംശങ്ങൾ പറയുകയുള്ളൂ. എന്തായാലും മാസങ്ങൾക്ക് മുമ്പാണ് ഇത് നടന്നിരിക്കുന്നത്.
18 ലക്ഷം രൂപ MBA കോഴ്സിനുള്ള അംഗീകാരം, MBA കോഴ്സ് തുടങ്ങാനുള്ള അംഗീകാരം വാങ്ങി നൽകാം എന്ന് പറഞ്ഞ് ബിജെപിയുടെയും കുമ്മനവുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഹരീഷ് നായർ പൈസ വാങ്ങി എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. വിജേഷ് നടുവിലാണ് വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് നടന്ന BJP ദേശീയ കൌൺസിലിന്റെ മറവിൽ കോടികളുടെ വെട്ടിപ്പ്. വ്യാജ റെസിപ്റ്റ് ഉപയോഗിച്ച് നേതാക്കൾ പണം പിരിച്ചതായി തെളിഞ്ഞു. സംസ്ഥാന സമിതി അംഗം M. മോഹനന്റെ നേതൃത്വത്തിൽ വടകരയിലെ പ്രസ്സിലാണ് വ്യാജ റെസിപ്റ്റ് അച്ചടിച്ചത്. റെസിപ്റ്റ് പീപ്പിളിന് ലഭിച്ചു. കഴിഞ്ഞ വർഷം കോഴിക്കോട്ട് നടന്ന BJP ദേശീയ കൌൺസിലുമായി ബന്ധപ്പെട്ടാണ് നേതാക്കൾ വ്യാജ രസീത് ഉപയോഗിച്ച് കോടികൾ പിരിച്ചത്. വടകരയിലെ പ്രസ്സിൽ നിന്നാണ് വ്യാജ രസീത് അച്ചടിച്ചത്. സംസ്ഥാന സമിതി അംഗം M. മോഹനാണ് വ്യാജ രസീതി അടിക്കാൻ നിർദ്ദേശം നൽകിയതെന്നും വ്യക്തമായിട്ടുണ്ട്. PK കൃഷ്ണദാസ്, MT രമേശ് എന്നീ നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് മോഹനൻ. ദേശീയ കൌൺസിൽ സംഘാടക സമിതിയിൽ സാമ്പത്തികകാര്യ ചുമതല ഉണ്ടായിരുന്നത് BJP ദേശീയ ജോയിന്റ് ജനറൽ സെക്രട്ടറി BL സന്തോഷ്, മുൻ സംസ്ഥാന പ്രസിഡന്റ് V. മുരളീധരൻ എന്നിവർക്കായിരുന്നു. ഇരു നേതാക്കളോടും കേന്ദ്ര നേതൃത്വം വിശദീകരണം തേടിയിട്ടുണ്ട്. വ്യാജ രസീത് ഉപയോഗിച്ചുള്ള പിരിവ് സംബന്ധിച്ച് നേരത്തെ സംസ്ഥാന നേതൃത്വത്തിന് പരാതി ലഭിച്ചതിനെ തുടർന്ന് സംസ്ഥാന സെക്രട്ടറി B. ഗോപാലകൃഷ്ണനെ അന്വേഷണ കമ്മീഷനായി നിയോഗിച്ചെങ്കിലും ആരോപണം ഒതുക്കി തീർക്കുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് ജില്ലയിലെ ഒരു വിഭാഗം നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തെ നേരിട്ട് സമീപിച്ചത്. കേന്ദ്ര നേതാക്കൾ നടത്തിയ അന്വേഷണത്തിൽ ആരോപണങ്ങൾ ശരിയാണെന്ന് കണ്ടെത്തി. വ്യാപാരികളിൽ നിന്ന് വ്യാജ രസീത് ഉപയോഗിച്ച് 10,000 രൂപ മുതൽ 50,000 രൂപ വരെയാണ് പിരിച്ചത്. വടകരയിലെ പ്രസ് ഉടമയുടെ മൊഴിയാണ് അന്വേഷണത്തിൽ നിർണായകമായത്. BJP നേതാക്കൾ നടത്തുന്ന അഴിമതിയുടെ പുതിയ വിവരങ്ങളാണ് ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ദേശീയ കൌൺസിലിന്റെ മറവിൽ പോലും സംസ്ഥാനത്തെ നേതാക്കൾ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക തിരിമറി നടത്തിയത് കേന്ദ്ര നേതൃത്വത്തെ വെട്ടിലാക്കിയിരിക്കുകയാണ്. PV കുട്ടൻ, കോഴിക്കോട്. മെഡിക്കൽ കോളേജ് കോഴയിൽ ഞെട്ടി കേന്ദ്ര നേതൃത്വം. കോഴയിൽ ഹവാല ഇടപാട് നടന്നതായ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ പരാമർശം. മോദിയുടെ കള്ളപ്പണവേട്ടയ്ക്ക് കോഴ വിവാദം തിരിച്ചടിയായെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. അതേസമയം കോഴയിൽ NIA അന്വേഷണം വേണമെന്ന് BJP മുഖപത്രം ആവശ്യപ്പെടുന്നു. അന്വേഷണ റിപ്പോർട്ട് ചോർത്തി പാർട്ടിയെ നാണം കെടുത്തിയവരെ കണ്ടെത്തണമെന്നും ലേഖനത്തിൽ ആവശ്യം. കുലംകുത്തികളെ കരുതിയിരിക്കണമെന്ന പേരിൽ റെസിഡന്റ് എഡിറ്റർ കുഞ്ഞിക്കണ്ണൻ എഴുതിയ ലേഖനത്തിലാണ് വിമർശനം. മെഡിക്കൽ കോളേജ് കോഴക്കേസിൽ ഹവാല ബന്ധമുണ്ടെന്ന അന്വേഷണ റിപ്പോർട്ടാണ് BJP നേതൃത്വത്തെ ഞെട്ടിക്കുന്നത്. കേരളത്തിൽ നിന്നും ദില്ലിയിലേക്ക് കോടികൾ കടത്തിയത് ഹവാല ഇടപാടുകാരാണെന്ന് പാർട്ടി അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. അതേസമയം അന്വേഷണ റിപ്പോർട്ട് ചോർത്തിയത് കുലംകുത്തികളാണെന്ന പരാമർശത്തോടെ BJP മുഖപത്രത്തിൽ റെസിഡന്റ് എഡിറ്റർ K. കുഞ്ഞിക്കണ്ണൻ ലേഖനം എഴുതി. അഴിമതി അന്വേഷിക്കുന്നതിനു പകരം റിപ്പോർട്ട് ചോർന്നത് എങ്ങനെയെന്ന അന്വേഷണം വേണമെന്നാണ് ലേഖനത്തിലെ ഊന്നൽ. അന്വേഷണ കമ്മീഷൻ അംഗം AK നസീറിനെ ലക്ഷ്യമിട്ടാണ് ലേഖനം. പൊതുസമൂഹത്തിൽ ഇക്കാര്യം ചർച്ചയായത് അന്വേഷണ റിപ്പോർട്ട് ചോർന്നത് വഴിയാണ്. അന്വേഷണ റിപ്പോർട്ട് പ്രതിയോഗികൾക്ക് ചോർന്നു കിട്ടി. റിപ്പോർട്ട് ചോർത്തിയതാരെന്ന് കണ്ടെത്തണമെന്നും ലേഖനം ആവശ്യപ്പെടുന്നു. BJP ശക്തി പ്രാപിക്കുന്നത് നേതാക്കളുടെ സൗന്ദര്യം കണ്ടിട്ടല്ല. കോഴയിൽ വിജിലൻസ് അന്വേഷണം പോരാ, NIA അന്വേഷണം വേണമെന്നും ജന്മഭൂമിയിലെ ലേഖനം ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വാർത്തയിലേക്ക്. കോഴിക്കോട് RCയിൽ സ്പിരിറ്റ് കഴിച്ച് 2 ആൾ മരിച്ചു. മലയമ്മ AKG കോളനിയിലെ ബാലൻ, സന്ദീപ് എന്നിവരാണ് മരിച്ചത്. ഇയാളുടെ കൂടെ സ്പിരിറ്റ് കഴിച്ച മറ്റ് 4 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. AK ലതീഷ് ചേർന്നു. ലതീഷ്, ഇപ്പോൾ എങ്ങനെയാണ് ബാക്കി 4 പേരുടെ അവസ്ഥ തുടരുന്നത്? വിശദാംശങ്ങൾ. ആശുപത്രി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന മെഡിസോൾ എന്ന ബ്രാൻഡ് നെയിമുള്ള മീഥൈൽ ആൽക്കഹോളാണ് ഇവർ കഴിച്ചത്. കഴിച്ച 8 പേരിൽ 2 പേരാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരനായ മരിച്ച സന്ദീപാണ് വ്യാഴാഴ്ച വൈകിട്ടോടെ സ്പിരിറ്റ് ഈ കോളനിയിൽ AKG കോളനിയിൽ എത്തിക്കുന്നത്. കോളനിക്ക് സമീപത്തെ കിണർ വൃത്തിയാക്കിയ ശേഷം ബാലനും സന്ദീപും ഉൾപ്പെടെയുള്ള 8 അംഗ സംഘം സ്പിരിറ്റിൽ വെള്ളം ചേർത്ത് കഴിക്കുകയായിരുന്നെന്നാണ് പോലീസ് പറയുന്നത്. ഇന്നലെ രാവിലെ മുതൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിട്ട 3 പേരെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. തുടർന്ന് ആരോഗ്യനില മോശമായതിനെ തുടർന്നാണ് ഇന്ന് രാവിലെയോടെ ഈ 3 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിൽ എത്തിച്ച ഉടൻ ബാലനും ഉച്ചയ്ക്ക് മുമ്പായി സന്ദീപും മരണപ്പെടുകയായിരുന്നു. സംഭവം അറിഞ്ഞ് ജില്ലാ കളക്ടറും അതേപോലെ തന്നെ SPയും എക്സൈസ് ഉദ്യോഗസ്ഥരും മുതിർന്ന എക്സൈസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ആശുപത്രിയിലെത്തി. മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ചെക്കുട്ടി, ഹരിദാസൻ, വേലായുധൻ, സുരേഷ് എന്നിവരിൽ ചെക്കുട്ടിയുടെ നില അല്പം ഗുരുതരമാണ്. ഈ ആളുകളിൽ നിന്ന് കുന്നമംഗലം പോലീസ്, കേസ് അന്വേഷിക്കുന്ന കുന്നമംഗലം പോലീസ് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്പിരിറ്റ് എത്തിച്ച ചെറുവണ്ണൂരിലെ കോയാസ് ആശുപത്രിയിൽ പരിശോധന നടത്തിയ പോലീസ് അവിടെയുള്ള ലാബ് നിലവിൽ സീൽ ചെയ്തിരിക്കുകയാണ്. AK ലതീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. വിവാഹാഭ്യർത്ഥന നിഷേധിച്ചതിനെ തുടർന്ന് അയൽവാസി പെട്രോൾ ഒഴിച്ച് കത്തിച്ച
പെൺകുട്ടി മരിച്ചു. കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് രാവിലെയാണ് മരണം സംഭവിച്ചത്. 2 ദിവസം മുൻപാണ് വിദഗ്ധ ചികിത്സയ്ക്കായി പെൺകുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയത്. സംഭവത്തിൽ കടമനിട്ട സ്വദേശി സജിലിനെ പോലീസ് പിടികൂടിയിരുന്നു. 60% പൊള്ളലേറ്റ സജിലിനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്.